ഹലോ പ്രിയ പ്രേക്ഷകരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആയവർക്കും ആയവർക്ക് വളരെയധികം ബാധിക്കപ്പെടുന്ന, എങ്കിൽ ആകാത്തവർക്കോ ഇനി ഫ്യൂച്ചറിൽ അപകടങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു തലക്കിൽ നിന്ന് ഒരുപാട് ചാനലുകൾക്ക് ഡിമോണിറ്റൈസേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ചാനലുകൾക്ക് സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ചാനലിൽ സ്ട്രൈക്ക് തരുക എന്നുള്ളത് പൂർണ്ണമായും മാൻ പവറിൽ നിന്ന് മാറി ഇപ്പോൾ ഈ അത്തരം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് AI ആണ്. AI കാലമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ AI ആണ് നമുക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രൈക്ക് തരണം, എങ്ങനെയൊക്കെയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ തരേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് AI തീരുമാനത്തിലാണ്. AI ആണ് 100% കൺട്രോൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അനുകൂലമായിരുന്ന പല സാഹചര്യങ്ങളും ഇപ്പോൾ പ്രതികൂലമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പല ചാനലുകളും, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ചാനല്, ഒരു കണ്ടന്റ് നിങ്ങളുടെ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ 7 വർഷമായിട്ടും അതിനൊരു കേടുപാടില്ല എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ 6 മാസം മുന്നേ ഉള്ള കണ്ടന്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ അതിന് സ്ട്രൈക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അത് എന്താണ്? ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെയധികം ഈ ഒരു 3 കാര്യങ്ങൾ ഉള്ള ചാനലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാനോ മാറ്റങ്ങൾ വരുത്താനോ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് ആ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏൺ മണി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ മേക്ക് മണി, ഏൺ മണി എന്നുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ പണം ഉണ്ടാക്കാം, ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പണം ഉണ്ടാക്കാം, വാട്സപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ പണം ഉണ്ടാക്കാം, ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഏൺ മണി, മേക്ക് മണി എന്നുള്ള തമ്പുനേലുകളോ അല്ല ഇത്തരത്തിലുള്ള ക്യാപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹാഷ്ടാഗുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കീവേഡ്സുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇത്തരം ചാനലുകൾക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും, അതായത് 7 വർഷമൊക്കെ കഴിഞ്ഞു പോയില്ല, ഇനിയിപ്പോൾ എന്താ, അല്ലെങ്കിൽ 3-4 കൊല്ലമായി, ഇനിയും നമുക്ക് അതിനെ പറ്റിയിട്ട് എന്താണ് ഇത്രയും കാലം പിടിക്കപ്പെട്ടിട്ടില്ല പിന്നെയാണോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ 7 വർഷം മുന്നേ ഉള്ള കണ്ടന്റിന് വരെ ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, ഏൺ മണി, മേക്ക് മണി എന്നുള്ള വാചകങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തത് ഹാംഫുൾ ഹെൽത്ത് അഡ്വൈസ് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ. ഹാംഫുൾ ഹെൽത്ത് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇതിന് നിങ്ങൾക്ക് നേരിട്ടിട്ട് സ്ട്രൈക്ക് അല്ല കിട്ടുന്നത്, ഡിമോണിറ്റൈസേഷൻ ആണ്. നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഇത്തരം കണ്ടന്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരൊറ്റ കണ്ടന്റിന് തന്നെ ഇത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന, ജനങ്ങളുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്ന ഇത്തരം വീഡിയോസുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാംഫുൾ ഹെൽത്ത് അഡ്വൈസ്, അതായത് ഇത്തരത്തിലുള്ള ഹെൽത്ത് അഡ്വൈസ് നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് ആയി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിമൂവ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിവിധി എന്താണെന്നുള്ളത് അവസാനം ഞാൻ പറയാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ഒരു കാര്യം ക്രാക്കഡ് സോഫ്റ്റ്വെയർ പ്രൊമോട്ട് എന്നുള്ളതാണ്. അതായത് അപകടകരമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്രാക്കഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് ഫ്രീ ആയി ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകരെ മനസ്സിലാക്കി കൊടുക്കുന്ന ചില വീഡിയോസുകൾ, അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയാലും മതി, ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പരിചയപ്പെടുത്തുന്ന വീഡിയോസുകൾ ഉണ്ടെങ്കിലും എനി ടൈം നിങ്ങൾക്ക് സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയാസ് പറഞ്ഞു തരാം എന്നുള്ളത്, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണ് എന്നുണ്ടെങ്കിൽ ഓടിച്ചെന്നത് ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾ അത്തരം വീഡിയോസിന്റെ ക്യാപ്ഷൻ, അതുപോലെ തന്നെ ഹാഷ്ടാഗുകളും തംബ്നെയിലുകളും എല്ലാം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഡെഡ് ആയിട്ട് വളരെ തീരെ കയറാത്തൊരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയുമോ, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ. കാരണം അധികം വ്യൂസോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ അത് വല്ലാതെ ബാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവർ, ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടെ പറയുന്നു. ഒന്ന്, ഏൺ മണി, മേക്ക് മണി എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹാംഫുൾ ഹെൽത്ത്ഫുൾ അഡ്വൈസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രാക്കഡ് സോഫ്റ്റ്വെയർ പ്രൊമോട്ട് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന അടുത്തൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.